ബോസ് പോലുള്ള ഒരു ഷോയില് കൂടുതലും ആക്ടിങ് ഫീൽഡിലുള്ളവരാണ് വരുന്നത് താരതമ്യേന. മൂപ്പര് സംസാരിക്കുന്ന എന്തായാലും തലകുലിക്ക് സമ്മതിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇതിന് ആൻസർ പറയുന്നില്ല. ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എന്താണെന്നറിയാമോ, എനിക്ക് ആ ചോദ്യത്തിന് സാങ്കത്യം മനസ്സിലായില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ കൂടുതൽ ആക്ടിങ് ഫീൽഡിലുള്ളവര് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ കാര്യങ്ങൾ എന്തിനാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഈ മിക്കവാറും ഈ ടീച്ചർമാരായിട്ട് വരുന്നത് ഈ BEd കാരാണ്. എന്തുകൊണ്ട് ബാക്കിയുള്ളവര് അതിനകത്ത് വരുന്നില്ല? പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അല്ല, അതൊരു മുട്ടാപ്പോ ക്യാൻസർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറേ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ കണ്ടേ വെറുതെ പറന്നു പോണ കിളിയെ എണി വെച്ച് പോയി പിടിക്കുന്നത്, അത് എനിക്കുള്ള കിളിയാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. പുറത്ത് ആക്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പൊ അവർക്ക് എങ്ങനെ നിൽക്കണം, ഒരു ഷോനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയല്ലേ? അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അവര് കൂടുതൽ നാളുകളെ ആക്ട് ചെയ്ത് നിൽക്കില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? അവർ മറ്റവങ്ക കിട്ട കാട്ടുന്ന മുഖം വേറെ, അവരുടെ നിജമുഖം വേറെ. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. ഇവരെല്ലാം വെറും സാധാരണക്കാരായിട്ടല്ലേ തോന്നിയത് ഈ വീടിനകത്ത്? പലപ്പോഴും പല സമയത്തും എന്നോട് അങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അവിടെ ആൻസർ ഉണ്ട്. കൊല്ലക്കടയിലാണ് സൂചിവിൽപ്പന. പ്രശ്നം അവസാനിച്ചില്ലേ? പക്ഷേ അല്ലല്ല, അങ്ങനെ പോവാൻ വരട്ടെ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? അത് പറയുമ്പോ എന്താ പോകുന്നേ? ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. അത് വന്നേ പറ്റുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ അത് ആൻസർ പറയില്ല എന്ന് പറയുന്നു. ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. പിന്നെ അവിടെ പോയി നിൽക്കുന്നു. ഇതെന്ത് മര്യാദ? ഇതൊന്നും പട്ടാളം പറഞ്ഞോ? സ്വന്തമായിട്ട് ഈ പറയാൻ മേലെ ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ടോ? പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയാലും പറഞ്ഞിരിക്കും. ഇപ്പൊ ഷാനവാസിക്ക ഭയങ്കര സെലിബ്രിറ്റി ആയിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ ഒരു പട്ടിക്കുഞ്ഞിനും അറിയാൻ പാടില്ല. മഹത്തായ ചിന്താഗതി.